ലോ കിലോമീറ്റർ ആണ്. ജെന്യൂനിറ്റി പറയാൻ പറ്റും. ജെന്യൂനിറ്റി അത് വണ്ടി വന്ന് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നല്ല ക്വാളിറ്റി ആണ്. 19. ഓക്കെ, 60,000 LXI സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനമാണ് ഇതും. ഇതിലും വേറെ എന്തെങ്കിലും വർക്കോ ക്ലെയിമോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലബ് സി ഓട്ടോമോട്ടീവിലേക്ക് വന്നിരിക്കുകയാണ്. സനുവിന്റെ കൂടെ. സനു, സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് വണ്ടികൾ വിറ്റുപോയി. ഒരുപാട് പുതിയ കളക്ഷൻ, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. കഴിഞ്ഞ വീഡിയോ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊടുത്തത്. ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കാം. നമ്മൾ എന്നും അങ്ങനെ കൊടുക്കാറുള്ളൂ. ഓക്കെ, എന്നാലും വെറുതെ ചോദിക്കട്ടെ, കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവട്ടെ. അപ്പോൾ ക്ലബ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പാണ്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന റൂട്ടിൽ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് 2 സ്റ്റോപ്പ് അല്ലേ? ഇവിടെ മീഡിയം ചാനലുണ്ട്. മീഡിയം ചാനലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പേര് ഒരുപാട് വൈകില്ല, ഇരുടായി തുടങ്ങി, പെട്ടെന്ന് തന്നെ എടുക്കണം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫുൾ ലോൺ എല്ലാ ടൈപ്പ് വണ്ടിയും ഉണ്ടോ? എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. ഫുൾ ലോണൊക്കെ കിട്ടുന്ന വണ്ടികളുണ്ട്, കൂടി സെഡാനുണ്ട്. ഓക്കെ, എല്ലാ വണ്ടികളും. ലോണ് മാക്സിമം എടുക്കാതിരിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യ വാഹനം ആൾട്ടോ 800 ആണ്. KL 54 വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2013 മോഡൽ. സോറി, 2012 മോഡൽ. 12. ഓക്കെ, 13 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 74,000 കിലോമീറ്റർ. 74,000. ഓക്കെ. മേജർ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ്. 12 മോഡലുണ്ട്, 13 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പാണ്, 74,000 കിലോമീറ്റർ. LXI അല്ലേ? LXI. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതിൽ ആ ഫ്രണ്ടിന്റെ സൈഡിൽ മാത്രം ചെറിയൊരു പെയിന്റിങ്, അവിടെ ഒരു ചെറിയ ടച്ചപ്പ് ഉണ്ട്. അത് ചെയ്ത് കൊടുക്കും. പ്രൈസ് കുറച്ച് കൊടുക്കാം. ഓക്കെ, എത്ര കൊടുക്കുക? നമുക്ക് നെറ്റ് പ്രൈസ് 1,36 കൊടുക്കാം. 1,36,000 രൂപയ്ക്ക് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഈ ഒരു ആൾട്ടോ കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറില്ലേ? ഫുൾ ഓൺ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ആൾട്ടോ 800 KL 65 രജിസ്ട്രേഷൻ. അതിന്റെ ന്യൂ ഷേപ്പ് ആണല്ലേ ഇത്? ന്യൂ ഷേപ്പ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. LXI 19. ഓക്കെ, 60,000 LXI സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനമാണ് ഇതും. ഇതിലും വേറെ എന്തെങ്കിലും വർക്കോ ക്ലെയിമോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇതിലൊക്കെ 18-20 റേഞ്ച് മൈലേജ് കിട്ടും എന്തായാലും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം? നമുക്ക് 2,80,000 കൊടുക്കാം. 2,85,000 രൂപയ്ക്ക് 2019 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഈ ഒരു 800 കൊണ്ടുപോകാം. ഇതും ഒരു ഫുൾ ഓൺ എടുത്ത് കിട്ടും, മാക്സിമം കിട്ടും അല്ലേ? നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ആൾട്ടോ, ദ റിയൽ ആൾട്ടോ, ലോഡ് ആൾട്ടോ അല്ലേ? KL 53 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2012 മോഡൽ, തേർഡ് RC ആണ്. ഓക്കെ, 1,00,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. വണ്ടി കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാം വർക്കിംഗ് അല്ലേ? AC കാര്യങ്ങളെല്ലാം എല്ലാം വർക്കിംഗ് ആണ്. മറ്റേതൊക്കെ ടയർ ഭാഗം ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്, നല്ല ടയേഴ്സ് ഉണ്ട്. ഇതും കുഴപ്പമില്ലാത്ത, ഇതും നല്ല ടയർ അല്ലേ? നല്ല ടയർ, ഫ്രണ്ടിൽ നല്ല ടയറാ, പുറകിൽ ആവറേജ് ആണ്. മേജർ ക്ലെയിം, ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് ഓണർഷിപ്പ് തേടായിട്ടുണ്ട്, അതാണ് ഒരു ഡ്രോബാക്ക്, വേറെ ഒന്നുമില്ല. നമുക്ക് ഇത് നെറ്റ് പ്രൈസ് 1,20,000 കൊടുക്കാം. 2012 ആൾട്ടോ അല്ലേ? 1,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം എന്തായാലും വിളിക്കാം. ലോണ് ചാൻസ് ഉണ്ടോ ആൾട്ടോയ്ക്ക്? ഇപ്പോൾ ലോൺ കിട്ടും അല്ലേ? ഫുൾ കിട്ടും. ഓക്കെ, അടുത്ത വാഹനം I10 ആണ്. KL 44 രജിസ്ട്രേഷൻ. ഇതേതാ? 2010 ആണോ? 2010 തന്നെയല്ലേ? ഓക്കെ, പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. 80,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഉറപ്പിക്കുന്നില്ല. തേർഡ് RC ആണ്. ഓക്കെ, തേർഡ് പേപ്പറാണ് കേട്ടോ. 2030 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഒന്നും നോക്കാനില്ല. ഇനി 5 വർഷത്തേക്ക് പെട്രോൾ അടിക്കാം, ഓടിക്കാം അല്ലേ? വേറെ മെക്കാനിക്കൽ പണികൾ എന്തെങ്കിലും ഉണ്ടോ? വല്ല അടികളോ സൗണ്ടോ ബുഷിൻ്റെതോ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, ഷോക്കിൻ്റെതോ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 1,15,000. 1,15,000 രൂപയ്ക്ക് 5 വർഷം ഇനി ഫുൾ പേപ്പറുള്ള സ്പോർട്സ് ആണല്ലേ? സ്പോർട്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. പവർ വിൻഡോസ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടോ? കൺട്രോൾസ് 4 പുത്തൻ ടയറിന് കേട്ടോ. 4 ടയറുണ്ട്. ഒന്നും ചെയ്യാനില്ല, എടുക്കുക, ഓടിക്കുക. മൈലേജ് ഒരു 11 to 14 വരെയൊക്കെ കണ്ടാവും. ഓക്കെ, അടുത്തൊരു പോളോ ആണ്. ഇത് ടയർ ഭാഗം നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഫ്രണ്ടിലും നല്ല ടയേഴ്സാണ്. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2013 മോഡൽ. ഡീസലോ പെട്രോളോ? പെട്രോൾ 13. ഓക്കെ, സോറി ഡീസലാ. എന്താണോ പറ്റിയത്? എല്ലാം പെട്രോൾ കാണിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ഡീസൽ പോളോ ആണ് ഇത്. 2013 1.2 അല്ലേ? 1.2. ഓക്കെ, ബാക്കി എങ്ങനെയാ ഓട്ടോ കാര്യങ്ങൾ? 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ്. കംഫർട്ട് ലൈൻ, മിഡിൽ ഓപ്ഷൻ, 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. പിന്നെ വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? മേജർ ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. 2013. ഓക്കെ, വേറെ ഇഞ്ചക്ടർ അടി അങ്ങനത്തെ വർക്ക് ഒന്നുമില്ല. നിലവിലൊന്നുമില്ല. ഓക്കെ, എത്ര രൂപ ചോദിക്കുന്നത്? നമുക്ക് 2,30,000 കൊടുക്കാം. 2,30,000 രൂപയ്ക്ക് 2012 കംഫർട്ട് ലൈൻ ഡീസൽ പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 13 അല്ല പറഞ്ഞത്? 12 അല്ല ആദ്യം പറഞ്ഞു, പിന്നെ 12 എന്ന് പറഞ്ഞേ തോന്നി. എന്നാൽ 13 ആണ്. സോറി, 13 ആണ്. 2013 ഡീസൽ പോളോ ആണ്.
ഒരു 2 lakh വരെ ലോൺ കിട്ടും. കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ KL11 രജിസ്ട്രേഷൻ ഫസ്റ്റ് ഷേപ്പാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, എക്സെഡ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ അന്നത്തെ ടോപ്പ് എന്നാണ്, അന്ന് പ്ലസ് ഇല്ല. 18 കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഉണ്ടോ? സർവീസ് ഉണ്ടോ? സർവീസ് ഉണ്ട്. ഓക്കെ, 60,000. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് 2018 എക്സെഡ് ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ്. 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങൾ കിട്ടിയ വണ്ടി. ഒരു 13-17 റേഞ്ച് ഏകദേശം മൈലേജും കിട്ടും. നമുക്ക് എത്ര കൊടുക്കാം ഇത്? 3.50 കൊടുക്കാം. 3.5 ലക്ഷത്തിന് 2018 ഫുൾ ഓപ്ഷൻ ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കൊടുക്കാം കേട്ടോ. ഫുൾ ലോണിൽ അതും ഒന്നും നോക്കാനില്ല അല്ലേ? യെസ്. ഓക്കെ, നല്ല മൈലേജ് ഉള്ള സേഫ്റ്റി ഉള്ള ഒരു വണ്ടി കൊണ്ടുപോകും. അടുത്ത വണ്ടി അടുത്തത് വാഗണർ KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ VXI ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അന്നത്തെ 16 മോഡലിൽ. ഓക്കെ, 62,000 കിലോമീറ്റർ. ഷോറൂം സർവീസ് ഓൺലി. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഇതും ഫ്രണ്ട് നല്ല ടയേഴ്സ് ഉണ്ട്, പുറകിലെ ആവറേജ് ഉണ്ട്. 13-17 റേഞ്ച് മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. അപ്പോൾ 16 പറഞ്ഞേ? 16 സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഓക്കെ, 62,000 കിലോമീറ്റർ ഓടിയ VXI ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാത്? നമ്മൾ 345 ആസ്ക് ചെയ്യുന്നത്, ചെറിയ രീതിയിൽ മണി കൊടുക്കാം. ഓക്കെ, 16 VXI ആണ്. മാനുവലല്ലേ പറഞ്ഞേ? മാനുവൽ. ഓക്കെ, അപ്പോൾ ഒരു 3 ലക്ഷം വരെ ലോൺ ചാൻസ് ഉണ്ടോ? 3-3.20 ലോൺ കിട്ടും. അത്രയും കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ട്, ഇറക്കി കൊണ്ടുപോകും. അടുത്ത വണ്ടിയില്ലേ? വീണ്ടും വാഗണർ തന്നെ KL22 രജിസ്ട്രേഷനുള്ള ഒരു റെഡ് കളർ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് 18 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. 70,000 കിലോമീറ്ററിന്റെ സർവീസ് ഒക്കെ പക്കയുണ്ടോ? പക്കയാണ്. പക്ക സർവീസുള്ള വണ്ടി. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ മൈനസ് സ്ക്രാച്ചസ് ഉണ്ട്. സ്ക്രാച്ചസ് അതേ ഉള്ളൂ. 18 മോഡലുണ്ട് VXI. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു 13-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 4.25. 4,25,000. 2018 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഒരു 3.75-4 അടുത്ത ലോൺ കിട്ടും. 4 lakh ലോൺ കിട്ടും. 4 lakh വരെ കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ലോൺ. എല്ലാ വണ്ടിക്കും കിട്ടുമെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത വണ്ടി ഹ്യുണ്ടായി ഇയോൺ KL18 രജിസ്ട്രേഷൻ വാഹനമാണിത്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2012 മോഡൽ, 13 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ജെനുവിനിറ്റി പറയാൻ പറ്റും? ജെനുവിനിറ്റി. ആ വണ്ടി ഒന്ന് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നല്ല ക്വാളിറ്റി ആണ്. ഓക്കെ, 12 മോഡൽ, 13 രജിസ്ട്രേഷൻ വരുന്ന ഏത് ഓപ്ഷൻ? മാഗ്ന പ്ലസ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ. സ്പോർട്സ് ആണെങ്കിൽ ടോപ്പ് വളരെ റയറാണ് ഇറങ്ങിയത്. ഇറ പ്ലസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇറ പ്ലസ് ആണ്. ഇത് മാഗ്ന പ്ലസ് ആണ്. അതിൻ്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. ഇൻബിൽട്ട് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. സ്റ്റീരിയോ എല്ലാം വരുന്ന ഓപ്ഷനാണ്. 12 മോഡൽ, 13 രജിസ്ട്രേഷൻ, ലോ കിലോമീറ്റർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പില്ല, ഒരു ക്ലെയിമും ഇല്ല അല്ലേ? ഓക്കെ, ഒരു 15-18 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 1.5 ലക്ഷത്തിന് 12 മോഡൽ, 13 രജിസ്ട്രേഷൻ, ഒരു ക്ലീൻ പീസ് ഇയോൺ ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലീൻ പീസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫുൾ ഓൺ കയറും? ഫുൾ ഓൺ ഒരു 130 ഫുൾ ഓൺ കയറും. ഫുൾ ഓൺ തന്നെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ക്ലബ്സിൻ്റെ ഒരു സ്വന്തം ഐറ്റമാണ് i10 ഗ്രാൻഡ് KL12 വയനാട് രജിസ്ട്രേഷൻ യെസ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ, 65,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓക്കെ, 16 മോഡലാണ്. ഏതാ ഓപ്ഷൻ? സ്പോർട്സ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ, ആസ്റ്റേക്ക് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഓക്കെ, 2016 മോഡൽ, സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ്. ഓക്കെ, ഒരു തട്ടും മുട്ടും ഒന്നുമില്ല. 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ചവിട്ടി കൊടുത്താൽ കുറയേ നോക്കി എടുത്താൽ അത്രയും കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ചോദ്യമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ 2 വണ്ടികൾ പോലെ തന്നെ നമുക്ക് നെറ്റ് പ്രൈസ് പറയാം. നെറ്റ് പ്രൈസ് പറഞ്ഞു 3,30,000 രൂപ നെറ്റ് പ്രൈസ്. 3.30 നെറ്റ് റേറ്റ് ആണ്. ഫുൾ ലോണും കിട്ടും. 2016 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം 3.30. അപ്പോൾ എന്തായാലും താല്പര്യം വിളിച്ചോളൂ. ഫുൾ ലോണിൽ അടുത്തൊരു വണ്ടി. വീണ്ടും ഒരു ഇയോൺ വന്നു, KL11 കോഴിക്കോട് വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2011 മോഡൽ, മാഗ്നയാണ് വേരിയന്റ്. മാഗ്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിന്റെ താഴെയുള്ള 2011 മാഗ്ന, സിംഗിൾ ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കോടി അല്ല? ഓക്കെ, എന്തെങ്കിലും മെക്കാനിക്കൽ വർക്കോ കാര്യങ്ങളോ ഉണ്ടോ? മെക്കാനിക്കലി വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഗ്ലാസിനൊരു താഴെ ക്രാക്ക് ഉണ്ട്, ചെറിയ ക്രാക്ക് ഉണ്ട്. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല വണ്ടിയാണ്. 2011 മാഗ്ന. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ നിങ്ങൾക്ക്. നമുക്കിത് ക്ലിയർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്രൈസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ചെയ്യാത്ത
രീതിക്ക് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കൊണ്ടുപോയിട്ട് പിന്നെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് അല്ലേ? ഒന്ന് പിടിക്കാനുണ്ട്, കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ എത്ര കൊടുക്കാം? നമുക്ക് 1,17,000 രൂപ കൊടുക്കാം. 1,17,000 രൂപയ്ക്ക് 2011 മാഗ്ന ഇറ പ്ലസ് അല്ല മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഈ ഒരു ഇയോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. KL11 വണ്ടി. താല്പര്യം വിളിച്ചോളൂ. ഫുൾ ലോണും കയറും. ഓൾമോസ്റ്റ് ലോൺ കയറും. വീണ്ടും I10 ആണ്. KL18 രജിസ്ട്രേഷൻ, വടകര, കോഴിക്കോട് ജില്ല തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2009 മാഗ്ന, പുതിയ പേപ്പർ എന്ന് വെച്ചാൽ 2029 വരെ പേപ്പർ. 29 വരെ. ഓക്കെ, 29 വരെ പേപ്പർ ഉണ്ട്. മാഗ്നയാണ്. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. സ്പോർട്സ് ടോപ്പ് അല്ല, അന്ന് ആസ്റ്റർ ഉണ്ടോ? അന്ന് ടോപ്പ് ആസ്റ്റർ ഉണ്ട്. അപ്പോൾ താഴേക്ക് ഇതാണ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബേസിക് വരുന്ന എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് അല്ല, ഒന്നും മെക്കാനിക്കൽ വർക്ക്. ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. പുറകിൽ എവറേജ് ഉണ്ട് അല്ലേ? കുറവുണ്ട്. പുറകിൽ ഒരു ഭാഗം കുറവ്. ഓക്കെ, അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2029 വരെ നിലവിൽ പേപ്പർ നിൽക്കുന്ന I10 ആണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ നെറ്റ് പ്രൈസ് 1,00,000 രൂപ കൊടുക്കാം. 1,00,000 രൂപയ്ക്ക് 2029 വരെ പേപ്പറിലെ 2009 മോഡൽ മാഗ്ന നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, അപ്പോൾ ഒരു കാറ് തപ്പി നടക്കുന്നവർക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ ആ ഒരു 2 lakhിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് വണ്ടി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് I20 ആണ്. KL11 രജിസ്ട്രേഷൻ, പഴയ ഷേപ്പ് I20 അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡൽ ഡീസലാണ്, സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ഡീസൽ, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. കിലോമീറ്റർ പറ? 1,21,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിളിൽ തന്നെ ജെനുവിൻ സർവീസാ? ഓൾമോസ്റ്റ് സർവീസ് ഉണ്ട്. അല്ല, അറിയുന്ന പാർട്ടിയാണ്. കുറച്ച് അറിയില്ല, പക്ഷെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങൾ ആയിട്ട് കമ്പനി ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ പ്രോപ്പർ ആയിക്കൊള്ളണമെന്നും പറയുന്നില്ല. അപ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വണ്ടി മെക്കാനിക്കലി ഫുള്ള് ചെക്ക് ചെയ്യുക അല്ലേ? ഫുള്ള് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തെടുത്താൽ മതി. ഫുള്ള് വണ്ടി ചെക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡീസലാണ്. ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം ഫുള്ള് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തിട്ടെടുക്കുക. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 2,35,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ മാനം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, 2012 ഡീസൽ സ്പോർട്സ് ഓപ്ഷൻ വാഹനം. താല്പര്യം വിളിക്കാം. ലോണും കിട്ടും കേട്ടോ, മാക്സിമം ഫുള്ളും കിട്ടും. ഏകദേശം ഇല്ലാതെ തുടങ്ങി. ഹോണ്ട സിറ്റി ആണ് അടുത്ത വാഹനം. അടിപൊളി ഒരു സഡാൻ കാറ്റഗറി. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ, പെട്രോള്, V ആണ് ഓപ്ഷൻ വരുന്നത്. V ഫുൾ ഓപ്ഷൻ്റെ താഴേക്ക് ZX VXB അല്ലേ? അങ്ങനെ വരിക. ഓക്കെ, 35,000 കിലോമീറ്റർ. മോഡൽ ഏതാ പറഞ്ഞാൽ? 2022 അല്ലേ? കൂടിയ മോഡലാണ്. 22. 32,000 കിലോമീറ്റർ നോർമൽ ഓട്ടം. പെട്രോൾ തന്നെ. പെട്രോള് V ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സൺറൂഫും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി അലോയ് വീലും ഇന്റീരിയർ വേണ്ട എല്ലാ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്, അതിന്റെ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. അത് ശരി. സർവീസ് ഉണ്ടാവില്ല? ഓക്കെ, എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? നമ്മൾ 9,30 ആണ് ചോദിക്കുന്നത്. 9,30,000 രൂപയ്ക്ക് 2022 32,000 കിലോമീറ്ററോടെ V ഓപ്ഷൻ ഈ ഒരു സിറ്റി കൊണ്ടുപോകാം. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഫുൾ സർവീസ്, ഫുൾ ഓണം കിട്ടും. ഓക്കെ, ഒരു 12-15 ഏകദേശം മൈലേജ് കണക്കാക്കാം. ഓക്കെ, ഫുൾ ഓണിൽ ഒരു ഹോണ്ട സിറ്റി. അടുത്ത വണ്ടിയിൽ അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ വാഹനം KL78 രജിസ്ട്രേഷൻ, ഇരട്ടി രജിസ്ട്രേഷനുള്ള ഒരു ക്വിഡാണ്. ഫേസ് ലിഫ്റ്റ് വന്ന വാഹനം അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡല്, കിഡ് 1 ലിറ്റർ RXT ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2020 മോഡൽ. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനുമാണ്. മാനുവൽ വാഹനം. ഓക്കെ, ഓട്ടം 69,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ആണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. 4 പുത്തൻ ടയർ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. ഒരു ക്ലെയിം പോലും ഒന്നും ചെയ്യുന്നില്ല. നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ മൈലേജ് ഉണ്ടാവുക ഒരു 1 ലിറ്റർ അല്ലേ? ഒരു 16-18 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും എന്തായാലും. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 3,15,000 രൂപ ആസ്കിങ് ഉണ്ട്. ചെറിയ രീതി മണി കൊടുക്കും. 3,15. 2020 RXT ഓപ്ഷണൽ ക്വിഡാണ്. ഫുൾ ലോണും കിട്ടും കേട്ടോ. ഫുൾ ലോൺ. യെസ്, താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ക്ലബ്സിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. നമുക്കറിയാലോ പുതിയ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. സർവേ താങ്ക് യു. ബൈ.